അപ്പൊ നീ എടുത്തില്ല പാസ്പോർട്ട്? പാസ്പോർട്ട് എടുത്തിട്ടില്ല. ബാംഗ്ലൂരോ? ഇതിനൊരു ട്രെയിൻ വരും. ട്രെയിനാണെങ്കിലും ബോർഡർ അടക്കണമെങ്കിൽ പാസ്പോർട്ട് വേണ്ട കുര്യാക്കോസേ. ബോർഡറാ? ആ പിന്നെ കേരള ഇന്ത്യല്ലേ? അതെന്താ കേരളത്തിൽ ബേക്കറി കിട്ടൂലേ മിനി പാസ്പോർട്ടില്ലേ? അവര് കടലാസ് ഉണ്ട്, അത് വെച്ചിട്ട് പോയാ രക്ഷ. നീ ആദ്യം ഒന്ന് വേണ്ടറിയാം. ബേക്കറിയിലല്ല, നീ ആദ്യം ഒന്ന് വേണ്ടറിയാം. നാളെ തന്നെ ഏടി നിന്റെ പഞ്ചായത്ത് ഏതാണ്? പഞ്ചായത്ത് വരാപ്പുഴ. വരാപ്പുഴ പഞ്ചായത്തിൽ പോയിട്ട് നിന്റെ ആധാർ എടുത്തിട്ട് പറയാ ബാംഗ്ലൂരേക്ക് പോകാനുണ്ട്, ഇങ്ങനെയാണ് നിന്റെ ബോർഡർ കടക്കണ്ടോണ്ടാണ് ഒരു മിനി പാസ്പോർട്ട് വേണമെന്ന് പറയാന്. മെയിൻ പാസ്പോർട്ട് അല്ല, മറ്റേ മിനി പാസ്പോർട്ടില്ലേ ചെറുത്. കാർഡ് വേണ്ട, ആധാർ കാർഡ് മാത്രം. വോട്ടർ ഐ ഡി ഒരു ഫോട്ടോ എടുത്തോ, എന്നിട്ട് കരാറടച്ച രസീത് കൊടുക്കണം വീട്ടിന്റെ. അപ്പൊ എത്രയും പൈസ ഒരു 350. കരടച്ച രസീത്, നിന്റെ ആധാർ കാർഡ്, 2 ഫോട്ടോ, ഇത് എടുത്തിട്ട് വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് പറയാ ബാംഗ്ലൂർ പോകാനാണ്. ഇങ്ങനെ അപ്പം ചോദിക്കൂ നീ എത്രയാണ് പഠിച്ചതെന്ന്. അപ്പൊ വെരിഫിക്കേഷൻ എത്ര A to Z പറഞ്ഞു നോക്കണം, അറിയില്ലേ? അത് ജസ്റ്റ് നിനക്ക് ബേസിക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളതേ ഉള്ളൂ. അത് എനിക്ക് ABCD അറിയാലോ, അത് ജസ്റ്റ് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ പേരൊക്കെ ഒപ്പിടണ്ടേ? ഒപ്പിക്കില്ലേ? ഒപ്പില് തമ്പില്ല, ഇങ്ങനെ കൈ ഇങ്ങനെ അമർത്തുന്നത്. ഒപ്പിടില്ല, മറ്റേതല്ലേ ഫിംഗർ. കരടച്ച രസീത്. പിന്നെ നല്ലുണ്ട്, 2 ഫോട്ടോ, പിന്നെ ആധാർ കാർഡ്. ഓക്കെ, ഇതെടുത്തിട്ട് പോയിട്ട് വില്ലേജ് ഓഫീസറെ കാണാം, എന്നിട്ട് എന്നെ വിളിക്കുക നാളത്തെ അപ്ഡേറ്റ്. ബാംഗ്ലൂർ കോൺസേർട്ട് മറ്റന്നാളെയാണ്, നാളെ തന്നെ പോ. എല്ലാ രാജ്യത്തും പോവാല. രാജ്യത്ത് വാങ്ങിയില്ല, ഇന്ത്യയിലുള്ള എല്ലാ രാജ്യത്തും പോവാ. ഇന്ത്യയിലുള്ള രാജ്യം അതായത് അങ്ങനെ ബോർഡർ അടക്കുന്ന എല്ലാ സ്ഥലത്തും പോവാ. അതെ, അതിനാണ് മിനി പാസ്പോർട്ട്. ഓക്കെ.